നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കോട്ട മൈതാനിയിലാണ്. ഇവിടെ നിന്നുള്ള വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ അതിനു മുമ്പ് പൂരക്കാഴ്ചകൾ കാണാം. പൂരാവേശം കണ്ടതിരിശം തിരികെ എത്താം. പൂരാരവം കോ-പവേർഡ് ബൈ പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഐബസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ആൻഡ് NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അതാണ് ഇന്നലെ തൃശൂർ പൂരത്തിൽ ചില പ്രതിസന്ധികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ പിന്നീട് പൂരം നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതായത് ഈ ബാരിക്കേഡുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധമുണ്ടാവുകയും ചെയ്ത തടഞ്ഞുവെച്ചവരെ ആനയെ മാത്രം പന്തലിൽ നിർത്തി സംഘാടകർ മടങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പൂരം തകർക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് തിരുവമ്പാടി ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. പിന്നീട് മന്ത്രി കെ രാജനുമായുള്ള ചർച്ചയിലാണ് പൂരം പുനരാരംഭിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെയും വെട്ടിക്കെട്ട് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. തിരുവമ്പാടിയുടെയും പറമയ്ക്കാവിന്റെയും വെടിക്കെട്ടുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം മോർണിംഗ് വൈബ്സ് പോകുന്നത്. എന്നോടൊപ്പം എൽദോ പോൾ പുതുശ്ശേരി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. എൽദോ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ ആവേശത്തോടു കൂടിയാണ് നാനാഭാഗത്തു നിന്നുള്ള സംസാരത്തിന്റെയും ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുമുള്ളതും ലോകമെമ്പാടും നിന്നുള്ള നിരവധി ആളുകൾ ഈ പൂരാവേശത്തിന്റെ ഭാഗമായി എത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തു. എന്തായിരുന്നു ഇന്നലെ ഈ ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ഒപ്പം തന്നെ നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? അമിത്, സംഭവിച്ചത് രാത്രി 10 മണി മുതൽ ബാരിക്കേഡുകൾ കെട്ടി സ്വരാജ് റൗണ്ടിലേക്കുള്ള മുഴുവൻ വഴികളും പോലീസ് അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. അവിടെ തന്നെ പ്രതിഷേധമുയർന്നു. അതായത് രാത്രി 10 മണിക്ക് തന്നെ ബാരിക്കേഡ് വെച്ച് ഈ പ്രവേശനം നിഷേധിച്ചതോടുകൂടി ആളുകൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതായി. മഠത്തിൽ വരവിന് അതിന് ചടങ്ങുകൾക്ക് തടസ്സം നേരിട്ടു. അങ്ങനെ തിരുവമ്പാടി പ്രതിഷേധവുമായി എത്തി. പിന്നാലെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കുകയായിരുന്നു, ഞങ്ങൾ ഈ ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള ഈ പൂരം ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി യോജിക്കാൻ കഴിയില്ല, ഞങ്ങൾ പൂരത്തിന്റെ വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് തിരുവമ്പാടി ദേവസ്വം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാണെങ്കിലും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ പ്രശ്നമായിരുന്നു. രാത്രി 10 മണിയോടുകൂടി തന്നെ ബാരിക്കേഡ് വെച്ചടച്ച് ആളുകൾക്ക് ഒരു തരത്തിലും റൗണ്ടിലേക്ക് പൂരത്തിലേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ പ്രവേശനം നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് ഏറ്റവും ആദ്യമായി തന്നെ ഈ പ്രതിസന്ധിക്ക് കാരണമായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പിന്നാലെ തിരുവമ്പാടി ഈ വെടിക്കെട്ട് അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. പാറമേക്കാവ് വെടിക്കെട്ട് നടത്താനായി തിരുവമ്പാടി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നു. അങ്ങനെ പൂരം വെടിക്കെട്ട് ഏറെക്കുറെ നീണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ ഇപ്പോൾ തിരുവമ്പാടിയുടെയും ഒരുക്കങ്ങൾ അത് നടക്കുകയാണ്. പാറമേക്കാവിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. പക്ഷേ വെടിക്കെട്ട് നടത്താനാണ് തീരുമാനം. അത് കളക്ടറുമായി മന്ത്രി കെ രാജൻ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ അതൊരു സമവായത്തിലേക്ക് എത്തിയതും തീരുമാനം അത് വെടിക്കെട്ട് നടത്താം, നേരം പുലർന്നാലും വെടിക്കെട്ട് നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോഴും തൃശൂർ റൗണ്ടിന് ചുറ്റുമുള്ള ഈ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളുടെയും മുകളിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. ഉറങ്ങാതെ ഇതുവരെയും ഉറങ്ങാത്ത സാഹചര്യമാണ് എല്ലാവർക്കും. കാരണം പുലർച്ചെ 3 മണിക്ക് നടക്കുന്ന വെടിക്കെട്ട് അത് ആസ്വദിക്കാനായി ഈ ഓരോ ബിൽഡിങ്ങുകളുടെയും മുകളിൽ കയറിയ ആൾക്കാരാണ്. അവർ ഇപ്പോഴും ഇങ്ങനെ കാത്തു നിൽക്കുന്നു ആ വെടിക്കെട്ട് കാണാനായി. അപ്പോൾ അല്പസമയത്ത് തന്നെ വെടിക്കെട്ട് ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങൾ അത് അന്തിമഘട്ടത്തിലേക്ക് എത്തി. അല്പസമയത്തിന് തന്നെ വെടിക്കെട്ട് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുവമ്പാടിയും പറമേക്കാവും വെടിക്കെട്ടിൽ നിന്ന് പിന്മാറി എന്നുള്ള രാത്രിയുടെ പ്രഖ്യാപനം അത് കളക്ടറുമായി മന്ത്രി നടത്തിയ ചർച്ചയിൽ അത് പിന്മാറി. ഈ പോലീസിന്റെ സുരക്ഷ ഒപ്പം ഈ റൗണ്ടിലേക്കുള്ള ആളുകളുടെ പ്രവേശനമെല്ലാം അത് കളക്ടറുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റി. കമ്മീഷണറിൽ നിന്നും കമ്മീഷണറുടെ തീരുമാനങ്ങൾക്ക് എതിരെയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. പോലീസ് ഈ പൂരം തകർക്കാനുള്ള നടപടിയുമായിട്ടാണ് നീങ്ങുന്നത് എന്നുള്ള ആരോപണമാണ് തിരുവമ്പാടി ഉയർത്തിയത്. എന്തായാലും വലിയ പ്രതിസന്ധി പൂര നഗരിയിൽ നമ്മൾ സമാനതയില്ലാത്ത പ്രതിസന്ധിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പൂരത്തിന് വെടിക്കെട്ട് നടക്കുമ്പോൾ ഇത്രമാത്രം ജനങ്ങൾ റൗണ്ടിൽ തിങ്ങി നിറഞ്ഞ് വെടിക്കെട്ട് കാണാൻ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത്
ഇപ്പോൾ മാത്രമായിരിക്കും. കാരണം ഈ റൗണ്ടിൽ നിറയെ ജനങ്ങളാണ്. ഒരിക്കലും വെടിക്കെട്ട് നടക്കുമ്പോൾ റൗണ്ടിൽ ജനങ്ങൾക്ക് പ്രവേശനം നൽകാറില്ല. പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ മാറി പറഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് റൗണ്ടിൽ നിന്നപ്പോൾ വെടിക്കെട്ട് കാണാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് റൗണ്ടിൽ മുഴുവൻ. എന്നാലും അല്പസമയത്തിന് തന്നെ വെടിക്കെട്ട് ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പൂരപ്രേമികൾ തൃശ്ശൂരുകാർ. ഒപ്പം തന്നെ എൽദോ നമുക്കറിയാം, അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാകുമല്ലോ ഇരു ദേവസ്വങ്ങൾക്കും, പാറമേക്കാവിനായാലും തിരുവമ്പാടിക്കായാലും. പക്ഷേ കാലാകാലങ്ങളായി നടത്തിവരുന്ന ചടങ്ങുകളൊക്കെ മടത്തിൽ വരവ് രാത്രി തിരുവമ്പാടിയുടെ മടത്തിൽ വരവൊക്കെ തന്നെ നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഏത് തരത്തിലുള്ള അനുനയമായിരുന്നു മന്ത്രിയുടെ ചർച്ചയിൽ ഉണ്ടാവുകയും ചെയ്തു? കൂടാതെ തന്നെ എന്താണ് അവിടുത്തെ ദേശക്കാർ പറയുന്നത് ഈയൊരു പോലീസ് നടപടിയെക്കുറിച്ച്? പോലീസ് നടപടിയിൽ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് വരുന്നത്. മൊത്തത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പോലീസ് ഇടപെട്ടു. സുരക്ഷയുടെ പേര് പറഞ്ഞ് രാത്രി 10 മണിയോടുകൂടി തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ രാത്രി പൂരം കാണാനെത്തിയ ആളുകളെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിലാണ് പ്രതിഷേധം ഉണ്ടായത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ പൂരത്തിന്റെ സ്ഥിരം നടത്തിപ്പിൽ നിന്നും വ്യത്യസ്തമായി പോലീസ് കുറച്ചുകൂടി നേരത്തെ റൗണ്ടിലേക്കുള്ള വാതിലുകൾ അടച്ച് അല്ലെങ്കിൽ പ്രവേശന വഴികൾ അടച്ച് ബാരിക്കേഡ് വെച്ച് തടയുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. പോലീസാണ് ഇതിൽ പ്രതിക്കൂട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് രണ്ട് ദിവസങ്ങളും പറയുന്നത്. നല്ല തിരുവമ്പാടിയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ടുള്ള ദേശക്കാരും ഈ ജനങ്ങളും പറയുന്നത് അത് പോലീസിനെതിരെ മാത്രമാണ്. അപ്പോൾ തിരുവമ്പാടിയുടെ ആ തീരുമാനം, വെടിക്കെട്ട് അതിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനത്തെ ഒരുപക്ഷെ ഈ തൃശ്ശൂരുകാർ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. എന്നാലും രാത്രി പൂരം പകുതിയിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമായി. എന്നാലും മടത്തിൽ വരവ് ഉൾപ്പെടെ തിരുവമ്പാടിയുടെ മടത്തിൽ വരവ്, രാത്രിയിലെ മടത്തിൽ വരവ് അത് പകുതി സമയം നിർത്തിവെക്കുകയും പിന്നീട് അത് ആചാരമായി മാത്രം, കേവലം ആചാരങ്ങൾ മാത്രമായി മാറുകയും ചെയ്തു. പൂരത്തിന്റെ രാത്രി പൂരം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പൂരപ്രേമികൾക്ക് പക്ഷെ അത് വലിയ സങ്കടവും നിരാശയും നൽകുന്ന കാര്യമാണ്. പൂരത്തിന്റെ ആ പൂർണ്ണ നിമിഷങ്ങൾ ഉൾക്കൊള്ളാനെത്തുന്ന, രാത്രി പൂരം ആഘോഷിക്കാനെത്തുന്ന പൂരപ്രേമികൾക്ക് ആ പൂരത്തിന്റെ രാത്രി പൂരം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയെ മാത്രം പന്തലിൽ നിർത്തി സംഘാടകർ മടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാരിക്കേഡ് വഴി തന്നെ തടഞ്ഞ ബാരിക്കേഡ് വഴി തന്നെ ആനയെ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന നിലപാടിലേക്ക് ഉറച്ചു നിന്നു സംഘാടകർ. പക്ഷെ ഏറ്റവും ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു. എന്നാൽ പോലും ഈ അനാവശ്യമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും സംശയകരമായിട്ടുള്ള കാര്യം. എന്നാലും ഈ സമവായത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് അത് ഈ കളക്ടറും മന്ത്രി കെ രാജൻ നടത്തിയ ചർച്ചയാണ് അതിൽ ഒരു നിർണായകമായത്. മന്ത്രി കെ രാജൻ നമുക്കറിയാം തൃശ്ശൂരുകാരനാണ്. അപ്പൊ തൃശ്ശൂരിന്റെ പൂരത്തിന്റെ നടത്തിപ്പിലൊക്കെ സജീവമായി പങ്കാളിയാവുന്ന മന്ത്രി കെ രാജൻ ഉൾപ്പെട്ട ആളുകൾ പാറമേക്കാവിൻ കളക്ടറുമായി ചർച്ച നടത്തി ഈ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അതൃപ്തി അറിയിക്കുകയും തുടർന്ന് കളക്ടർ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഏറ്റവും ഒടുവിൽ സമവായത്തിലെത്തുകയും പൂര വെടിക്കെട്ട് അത് നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തിരുവമ്പാടി എത്തുകയും ചെയ്തത്. അങ്ങനെ തിരുവമ്പാടിയും പാറമേക്കാവും വെടിക്കെട്ടിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ വെടിക്കെട്ട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. മിഥുൻ, തീർച്ചയായും അത് തന്നെയാണ്. ഒരു അനാവശ്യ പ്രതിസന്ധിയിലേക്ക് എന്തിനു വഴിവെച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് നാനാകോണിൽ നിന്നും ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പൂരപ്രേമികളുണ്ട് തൃശ്ശൂരിലെ ഈ ഒരു മണ്ണിൽ. അവിടെ അത് ഈ ഒരു വെടിക്കെട്ട് ഉൾപ്പെടെയുള്ളവ കണ്ട് ഇന്ന് പൂരക്കഞ്ഞിയും കുടിച്ച് ഒപ്പം തന്നെ ഉപചാരം ചൊല്ലി പിരിയുന്നത് കാണാനെത്തിയ ഈ പൂരപ്രേമികളെ വളരെയധികം നിരാശരാക്കുന്ന ഒരു നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് തിരുവമ്പാടിയും ഒപ്പം തന്നെ പാറമേക്കാവും ഒപ്പം തന്നെ അവിടെ എത്തിയിട്ടുള്ള ഓരോ ജനങ്ങളും പറയുകയും ചെയ്യുന്നത്. എന്തായാലും സുരക്ഷാ ക്രമീകരണം കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് അനുമാനിക്കുകയും ചെയ്യാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ആവേശം നിറച്ച് തീർച്ചയായും ഞാൻ എൽദോയിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രി കെ രാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, നമുക്കറിയാം സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു. പൂരം നിർത്തിവെച്ച് പോവുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി തിരുവമ്പാടിയും പാറമേക്കാവും നിലപാടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രിതല ചർച്ചയിൽ എന്ത് സമവായത്തിലേക്കാണ് എത്തിയത്? പൂരം തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം വെടിക്കെട്ടും പുനരാരംഭിക്കുമെന്ന് കരുതുന്നു. വെടിക്കെട്ട് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഒരു 5 മിനിറ്റിനകത്ത് പാറമേക്കാവ് ആദ്യത്തെ വെടിപൊട്ടിക്കും. അതിന്റെ വെടിക്കെട്ട് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് വ്യത്യാസത്തിൽ തിരുവമ്പാടി അവരുടെ വെടിക്കെട്ടിന് തിരികൊടുത്തും. രണ്ട് ദേവസ്വങ്ങളും ആ വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പാറമേക്കാവിലെ എഴുന്നള്ളിപ്പ് പൂർണ്ണമായി നടന്നിരുന്നു. ഏറെ അപകടങ്ങളുണ്ടായില്ല. ഇപ്പോഴേ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു.
8 മണിക്ക് ആരംഭിക്കേണ്ട പകൽപൂരം ഏതാനും മിനിറ്റുകൾക്കകം പിന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും നന്നായി സംഘടിപ്പിക്കുകയാണ്. നേരെ ഇത്തിരി വൈകിയും ആയിരക്കണക്കിന് കാണികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ചെറിയ ചില ആശങ്കകൾ ഉണ്ടായെങ്കിലും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനിടയായി. പൂർണ്ണ അളവിൽ ഇപ്പോൾ നടക്കുന്ന വെടിക്കെട്ട് നടക്കും. അതിനുശേഷം പിന്നെ 2 പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലുള്ള പകൽപൂരം നടക്കും. പകൽപൂരത്തിന് ശേഷം 12 മണിയോടുകൂടി 2 ദേവിമാരും വടക്കുംനാഥന്റെ മുമ്പിൽ ആചാരം ചൊല്ലി പിരിയും. അതിനുശേഷം ഉച്ചയ്ക്ക് നടക്കുന്ന സാധാരണ നിലയിലുള്ള വെടിക്കെട്ടും ഉണ്ടാകും. ഒരു കാര്യങ്ങളിലും വിഘ്നം വരാത്ത വിധത്തിൽ, മാറ്റിവെക്കാത്ത വിധത്തിൽ നടപടിക്രമങ്ങൾ ക്രമീകരിക്കാവുന്ന വിധത്തിലുള്ള ആലോചനകളാണ് നടത്തിയിട്ടുള്ളത്. 2 പേരും പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവമ്പാടിക്ക് ഇൻസ്പെക്ഷൻ നടത്തി വെടിക്കെട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും നൽകി കഴിഞ്ഞു. ആശങ്കകളൊന്നും ബാക്കിയില്ല. ഹലോ, തീർച്ചയായും മിനിസ്റ്റർ, ഒരൊറ്റ ചോദ്യം കൂടി. അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്? നേരത്തെ തന്നെ നമുക്കറിയാം വലിയ ആളുകൾ വരുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും പക്ഷേ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം മുൻകാലങ്ങളിലൊന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പോലീസ് നേരത്തെ തന്നെ ചില ബാരിക്കേഡുകളും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകിയിരുന്നു. കോടതി വിധികളുടെ ഒക്കെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആളുകൾക്ക് കുറെ കൂടി സൗകര്യം ഉണ്ടാക്കേണ്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ പരിശോധിക്കും. തൽക്കാലം പൂരം ഗംഭീരമാക്കാൻ, പൂരത്തിന് വേണ്ടി എത്തിച്ചേർന്ന കാണികളുടെ മനസ്സും കണ്ണും നിറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് പൂർത്തീകരിക്കേണ്ടത്. ആ വിധത്തിൽ ഉള്ള വെടിക്കെട്ട് ആരംഭിച്ചു എന്നുള്ളത് പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ്. തീർച്ചയായും വളരെയധികം നന്ദി കെ രാജൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും പൂരം തുടരാനുള്ള ആ ഒരു ചർച്ചകൾക്ക്, ആ സമവായ ശ്രമങ്ങൾക്ക് എന്തായാലും ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മന്ത്രി കെ രാജനുമായിട്ടുള്ള ചർച്ചയിലാണ് 2 ദേവസ്വങ്ങളും ഒരു അനനയ ശ്രമത്തിലേക്ക് വരികയും ചെയ്ത് എന്തായാലും ഇപ്പോൾ പൂരത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നു, പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നത്. എന്തായാലും പൂരപ്രേമികൾക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അവരുടെ മനസ്സും മടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധി അത് പോലീസിന്റെ ചില സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്നായിരുന്നു പിന്നീട് 2 ദേവസ്വങ്ങളും തമ്മിൽ ഞങ്ങൾ പൂരത്തിൽ നിന്ന് ഒഴിവാകുന്നു എന്നുള്ളൊരു നിലപാടെടുക്കുന്നത്, വെടിക്കെട്ടിൽ നിന്ന് ഒഴിവാകുന്നു എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്ത് എന്തായാലും പുലർച്ചെ മന്ത്രി കെ രാജന്റെയും ഒപ്പം തന്നെ കളക്ടറുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. സമവായ ശ്രമം കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൂരത്തിന്റെ വെടിക്കെട്ടുകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. എൽദോ എന്നോടൊപ്പം ചേരുന്നുണ്ട്. എൽദോ, ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആ ചർച്ചയിൽ സമവായമായും ആയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും തന്നെ നിശ്ചയിച്ച മറ്റ് നടപടിക്രമങ്ങളും ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുന്നു. ഇപ്പോൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂരത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചു. ഇപ്പൊ പാറമേക്കാവ് ഭാഗത്തിന്റെ വെടിക്കെട്ട് നടക്കുകയാണ്. പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കുന്നു, വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്. പക്ഷേ ഈ
തീർച്ചയായും ഇപ്പോൾ പാറമേക്കാവിന്റെ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ ആവേശം നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുമെന്ന് അവർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ പുലർച്ചെ മന്ത്രി കെ രാജനുമായും ഒക്കെ നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഇപ്പോൾ വെടിക്കെട്ട് പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്, പൂരം പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നോടൊപ്പം വീണ്ടും എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട്. എൽദോ, എങ്ങനെയാണ് പൂരത്തിന്റെ ഒരു ആവേശം? ഒപ്പം തന്നെ ആ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി ഇപ്പോഴും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണല്ലേ? തീർച്ചയായും എന്തായാലും എൽദോയിലേക്ക് വരാം. കാരണം തൃശ്ശൂരിൽ എല്ലായിടത്തും തന്നെ വലിയ രീതിയിൽ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട്. തന്നെ ഈ കണക്ഷനിലൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് എത്തിയത്. ആ സമയത്ത് പോലും തന്നെ അടുത്ത് നിന്ന് വിളിച്ചാൽ പോലും തന്നെ കേൾക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ക്രൗഡാണ് തൃശ്ശൂർ പൂരത്തിനായി നാനാ ഭാഗത്ത് നിന്ന്. നമുക്കറിയാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒപ്പം തന്നെ ലോകത്തു നിന്നുള്ള പല കോണുകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇന്നലെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുകയും ചെയ്തു. നമുക്കറിയാം ഈ ലോകത്തുള്ള പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ടുമാറോ ലാൻഡ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് കോൺസെർട്ട് ഉണ്ട്. തീർച്ചയായും എൽദോ വീണ്ടും ചേരുന്നുണ്ട്. എൽദോ കേൾക്കാമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പല ആളുകളും പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള വലിയൊരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത് ടുമാറോ ലാൻഡ് എന്ന ഒരു മ്യൂസിക് കോൺസെർട്ടാണ്. അത് തന്നെയാണ് വലിയ ഗ്യാതറിംഗ് ലോകത്തെമ്പാടുമുള്ളത്. നമ്മൾ പറയുന്നു, അതായത് നിങ്ങൾ ഇന്ത്യയിലേക്ക് വരിക, കേരളത്തിലേക്ക് വരിക, തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് വരിക, എങ്കിൽ നിങ്ങൾ പിന്നീട് അത് മാറ്റി പറയും. കാരണം ടുമാറോ ലാൻഡ് അല്ല ഏറ്റവും വലിയ ഗ്യാതറിംഗ്, അത് തൃശ്ശൂർ പൂരമാണ് എന്ന് പറയുന്ന തരത്തിലാണ്. അത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ തന്നെയല്ലേ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു വെടിക്കെട്ട് ആരംഭിച്ചതിനു ശേഷമുള്ള ഒരു വൈബ്? ഉറപ്പായി നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും വലിയ സമ്മേളനം, ഏറ്റവും വലിയ ഗ്യാതറിംഗ് അത് തൃശ്ശൂർ പൂരമാണ് എന്ന് നമ്മുടെ കൺമുന്നിലെങ്കിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് സഹസ്രങ്ങളാണ്, ജനസഹസ്രങ്ങൾ ഇങ്ങനെ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു മറവിൽ ഒളിച്ചിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ പാറമേക്കാവിന്റെ വെടിക്കെട്ട് കഴിഞ്ഞ് ആ വെടിക്കെട്ടിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പറന്ന് ആളുകളുടെ തലയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു മറവിൽ പിന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഷീറ്റിന് മുകളിൽ, ബിൽഡിങ്ങിന് മുകളിൽ ഷീറ്റിന് താഴേക്ക് ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന സാഹചര്യമണ്ടല്ലോ. അതൊന്നും ഈ പൂരപ്രേമികൾ തടസ്സമാകുന്നില്ല. തന്നെ വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന് എപ്പോഴും ഉള്ളത്, നമുക്കറിയാം. അപ്പൊ അങ്ങനെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ടും ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പാറമേക്കാവിന്റെ വെടിക്കെട്ട് അത് ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴൊക്കെ അത് കാത് പൊത്തുന്ന തരത്തിലേക്ക്, അത് വർണ്ണവിസ്മയം തീർക്കാൻ ഈ പകൽ വെളിച്ചത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ പോലും കാത് പൊത്തുന്ന തരത്തിലേക്ക് അത്രമാത്രം തരത്തിച്ച് ഒരു വെടിക്കെട്ട് സമർപ്പിക്കാൻ പാറമേക്കാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ പാറമേക്കാവിന്റെ വെടിക്കെട്ടും പൂർത്തിയായി. ഇനി തിരുവമ്പാടിന്റെ വെടിക്കെട്ടിനെ കാത്തിരിക്കുന്നത് നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒരു സംഘർഷങ്ങളോ ഒരു പ്രശ്നങ്ങളോ എതിർപ്പുകളോ ഇല്ലാതെ ചേർന്ന് നിൽക്കുന്ന ഒരു ഇടമാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിൽ അത് ജാതിമത വ്യത്യാസങ്ങളില്ല, ലിംഗവർണ്ണ വ്യത്യാസങ്ങളില്ല. അവിടെ ഈ ഏത് രാത്രിയിലും ആർക്കും വരാൻ കഴിയുന്ന തരത്തിൽ അത്രമാത്രം ആളുകൾ തിങ്ങി നിറഞ്ഞെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. തീർച്ചയായും അത് തന്നെയാണ് എൽദോ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള എൽദോ പോൾ പുതുശ്ശേരി. കാരണം വലിയ ആവേശം, വലിയ ക്രൗഡ് തന്നെയാണ് തൃശ്ശൂരിന്റെ ആ റൗണ്ടിന് മേഖലയിലൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചില പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും ആ പ്രതിസന്ധികളൊക്കെ മാറ്റി ഒരു സമവായ ചർച്ചയിലൂടെ അതിന് ഫലം കാണാൻ സാധിക്കുകയും ചെയ്തു. മന്ത്രി കെ രാജനുമായിട്ടുള്ള ചർച്ചയിൽ വീണ്ടും പൂരം പുനരാരംഭിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ പാറമേക്കാവിന്റെ വെടിക്കെട്ട് പുരോഗമിക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് തിരികെ വരാം. എന്നോടൊപ്പം മോർണിംഗ് വൈബ്സിൽ ഒരു അതിഥി കൂടിയുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട് പാലക്കാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? ഒപ്പം തന്നെ കനത്ത ചൂടാണ്, നമുക്കറിയാം. സംസ്ഥാനത്തുടനീളം എല്ലാ മേഖലയിലും വലിയ ചൂട് തന്നെയാണ്. പക്ഷെ പാലക്കാടെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. ഇതിനൊപ്പം ഈ ഇലക്ഷൻ ചൂട് കൂടി എങ്ങനെ പോകുന്നുണ്ട്? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം പാലക്കാട്ട് പൊതുവിൽ ചൂട് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൂടി ആളുകൾക്കുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും
തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളുമെല്ലാം പാലക്കാടിന്റെ അന്തരീക്ഷത്തിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A. വിജയരാഘവൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്. ഒപ്പം നമുക്കറിയാം ഏറെക്കാലമായി CPM-നൊപ്പം നിന്ന മണ്ഡലമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ 2019 ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ VK ശ്രീകണ്ഠൻ ഇവിടുത്തെ DCC അധ്യക്ഷനായിരുന്നു. അദ്ദേഹം വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ ആ വോട്ടുകൾ മറികടന്ന് ഇത്തവണ വീണ്ടും ഈ ഉരുക്കുകോട്ട തിരികെ പിടിക്കാൻ CPM-ന് സാധിക്കും. പാലക്കാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും CPM-നുമെല്ലാം മേൽക്കൈയുള്ള ഒരു ജില്ലയും പാർലമെന്റ് മണ്ഡലവും തന്നെയാണ്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ അപ്പോൾ ആ സമയത്ത് പോലും കേരളത്തിലെ ഒരു ചെറിയ മാർജിനിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പരാജയമുണ്ടായത്. പക്ഷെ അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വോട്ടർമാർ തന്നെ വോട്ട് ചെയ്തപ്പോൾ ഏതാണ്ട് 1,16,000 വോട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചനകൾ വെച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. അതോടൊപ്പം പ്രധാനമായും ദേശീയ രാഷ്ട്രീയം ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇന്ത്യയിൽ എല്ലായിടത്തും എന്നതുപോലെ തന്നെ പാലക്കാടും. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസിന് വിശ്വാസ്യതയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പലരും BJP-യിലേക്ക് ചുവടുമാറുന്ന, BJP-യുടെ പണത്തിന്റെയും വാഗ്ദാനങ്ങളുടെയും ഭീഷണികളുടെയും മുമ്പിൽ വഴങ്ങുന്നവരൊക്കെയായി കോൺഗ്രസിന്റെ നേതൃത്വം മാറുന്ന ഒരു കാലത്ത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ ജനങ്ങൾക്കാവില്ല, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കാവില്ല എന്ന് ജനം തിരിച്ചറിയുന്ന ഒരു കാലം. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു അടിത്തറ എന്ന് പറയുന്നത്. BJP-യുടെ സർക്കാരിന്, മോഡിയുടെ സർക്കാരിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന് ഇന്ത്യയിലെ ജനം ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് വരുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ മേൽക്കൈ ഉണ്ടാവണം എന്ന് ജനം ആഗ്രഹിക്കും. അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2024 ഫലം തികച്ചും വ്യത്യസ്തമായ ഒരു ഫലമായിരിക്കും ഉണ്ടാവുക. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നില മെച്ചപ്പെടുത്താനാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പം നമുക്കറിയാം 2019 ആ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ മണ്ണാർക്കാടും ഒപ്പം തന്നെ പട്ടാമ്പിയും ഇവിടെയായിരുന്നു UDF-ന് കൂടുതൽ മേൽക്കൈ ഉണ്ടായിരുന്നത്. അപ്പം പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു നേരിയ മേൽക്കൈ മാത്രമായിരുന്നു VK ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് വിജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുകയും ചെയ്തു. നമുക്കറിയാം ഷാഫി പറമ്പിൽ ഇവിടുത്തെ MLA ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥിയായി അവിടേക്ക് പോവുകയും ചെയ്തു. വലിയ വൈകാരികമായിട്ടുള്ളൊരു നിമിഷം തന്നെയായിരുന്നു. ഇവിടുത്തെ അമ്മമാരൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം പാലക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കറിയാം അന്ന് ഷാഫി പറമ്പിൽ വിജയിക്കാൻ വേണ്ടി CPM-കാർ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമെന്ന് ഉള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ BJP-യുടെ ഒരു കാരണവശാലും വിജയിക്കരുത് എന്നുള്ളതിന്റെ ഒരു ആവശ്യകത അന്ന് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ കൂടി ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ തിരികെ മണ്ണാർക്കാട് നമുക്കറിയാം M. ഷംസുദ്ദീന്റെ മണ്ഡലമാണ്. അവിടെ UDF-ന് കൂടുതൽ മേൽക്കൈ ഉണ്ടാകാം. പട്ടാമ്പിയിലും അതേ രീതിയിൽ തന്നെ ആയിരിക്കാം. പക്ഷേ മറ്റ് നിയോജക മണ്ഡലത്തിലെല്ലാം തന്നെ കൃത്യമായി ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആ ഒരു 10,000-ന്റെ മറികടക്കാൻ സാധിച്ചില്ല എന്നാണ് തോന്നുന്നു. 2019 തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. BJP സർക്കാർ അധികാരത്തിൽ നിന്ന് പോയേക്കും. അങ്ങനെ പോകുമ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ അധികാരത്തിലേക്ക് വന്നേക്കും. രാഹുൽ ഗാന്ധി വയനാട് നിന്ന് ആദ്യമായി അന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. രാഹുലിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലേക്ക് വന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങൾ 2019 രൂപപ്പെട്ടപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ചരിത്രത്തിൽ ഏറ്റവും കനത്ത പരാജയം 2019 ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ജനം, അതായത് ഒരു തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ സമയത്ത് രൂപപ്പെടുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല എന്ന് ജനം പെട്ടെന്ന് തിരിച്ചറിയും. അങ്ങനെ ജനം തിരിച്ചറിഞ്ഞപ്പോഴാണ് 2021 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്ന ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ, ഏതാണ്ട് 1.5 ലക്ഷമോ അതിലധികമോ ആളുകൾ ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരികയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അധികമായി വോട്ട് ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF-ന് 2021 വിജയിക്കാൻ കഴിഞ്ഞു. ഒന്ന് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് തന്നെ ഷംസുദ്ദീൻ വിജയിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ MP ജയിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിലാണെങ്കിൽ പാലക്കാടിന്റെ ഒരു പൊതു സ്വഭാവം
പാലക്കാട് നിയോജക മണ്ഡലം എല്ലാ കാലത്തും ഒരു UDF മേൽക്കൈയുള്ളൊരു മണ്ഡലമാണ്. വളരെ അപൂർവ അവസരങ്ങൾ മാത്രം KK ദിവാകരൻ ഒരു തവണ, അതിനു മുമ്പ് TK നൌഷാദ് ഒരു തവണ CPM പ്രതിനിധികളായി വിജയിച്ചതൊഴിച്ചാൽ ഭൂരിപക്ഷം സമയത്തും UDF നിൽക്കുന്നൊരു മണ്ഡലമാണ്. UDF നിന്നിരുന്ന ആ മണ്ഡലത്തിൽ UDF മറികടന്ന് BJP ജയിച്ചേക്കുമോ എന്നൊരു അന്തരീക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, മാത്രമല്ല BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇതാ മുഖ്യമന്ത്രി പാലക്കാട് ഓഫീസ് വരെ തുടങ്ങി എന്നൊക്കെയുള്ള പ്രചരണമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ ആ തിരഞ്ഞെടുപ്പിലും UDF തന്നെയാണ് പാലക്കാട് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോഴും UDF മേൽക്കൈയിൽ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിച്ച മണ്ഡലങ്ങളിലാണെങ്കിൽ മലമ്പുഴ, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട് ഇതെല്ലാം 20,000-ലധികം ഭൂരിപക്ഷത്തിന്റെ വോട്ടിന് വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞുള്ളൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ, അല്ലെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് 2024 രൂപപ്പെട്ടിട്ടുള്ളത്. അത് മോഡി സർക്കാരിന്റെ ജനവിരുദ്ധത, രൂക്ഷമായ വിലക്കയറ്റം. നിങ്ങൾ നോക്കിപ്പോ പാലക്കാട് നഗരത്തിലുമൊക്കെ BJP വെച്ചിട്ടുള്ള ബോർഡുകളിൽ, കേരളത്തിലാകെ അവർ പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണ് ഇവിടെ മോദിയുടെ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് ഇവിടെ റോഡ് ഷോ തൃശ്ശൂരിലൊക്കെ പലതവണ, ഇപ്പൊ കേരളത്തിൽ തന്നെ 6 തവണ മേളിൽ പ്രധാനമന്ത്രി എത്തി, പ്രധാനമന്ത്രി തന്നെ ചുക്കാൻ പിടിക്കുകയാണ്. നോക്കൂ, അതെല്ലാം ജനം തിരിച്ചറിയില്ല. ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് അതിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി മണിപ്പൂരിൽ ഒരു തവണ പോയില്ല. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരത്തേക്കാൾ കുറവാണ് മണിപ്പൂരിലേക്ക് പോകാൻ. എന്തുകൊണ്ടാണ് മോഡി മണിപ്പൂരിലേക്ക് പോകാത്തത്? 6 തവണ കേരളത്തിലേക്ക് വരികയാണ്. അതിന് വേറൊരു കാരണം, ഉത്തരേന്ത്യയിൽ BJPക്ക് നിലവിൽ തന്നെ പരമാവധി സീറ്റുകളാണ്, ഇനി വർദ്ധിപ്പിക്കാനില്ല. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഇതെല്ലാം നോക്കിയാൽ പരമാവധി സീറ്റാണ്, ഇനി എണ്ണം കൂട്ടാനില്ല. ഇനി BJPക്ക് ഇവിടെ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ മറികടക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് സീറ്റ് വർദ്ധിപ്പിച്ചേ പറ്റൂ. ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊരു സാധ്യതയും നിലവിലുള്ള സാഹചര്യത്തിൽ കാണാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല. മോഡിയുടെ ഇത്തരത്തിലുള്ള ഗ്യാരണ്ടിയെക്കുറിച്ചിട്ടുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ, 400 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് 1000 രൂപയായി. ഇനി എന്താ വാഗ്ദാനം? എന്താ ഗ്യാരണ്ടി? എന്താ? ഞങ്ങൾ ഒരിക്കൽ കൂടി വന്നാൽ 2000 ആക്കുന്നതാണ്. 70 രൂപ ഉണ്ടായിരുന്ന പെട്രോൾ 106 രൂപയായി. ഗ്യാരണ്ടി എന്താ? 200 രൂപയാക്കുമെന്നാണോ ഒരിക്കൽ കൂടി വന്നാൽ? അപ്പോ ഇത്തരം മോഡിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ, ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള വലിയ അഴിമതി, ഇതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച. ആ സമയത്ത് കേരളത്തിലാണെങ്കിൽ മത്സരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയമായി നിലപറന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോ ഈ കോട്ടമൈതാനത്ത് 2 ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, എത്ര രാഷ്ട്രീയമായ ഒരു പാപ്പരത്വമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാവാം രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് അങ്ങനെ പറയുന്നത്. അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിലവിൽ ഇന്ത്യയിൽ അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ 2 മുഖ്യമന്ത്രിമാർ ജയിലിനകത്താണ്. ഡൽഹിയിൽ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് ചോദിച്ച ചോദ്യം ഇതുപോലെയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്നിട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരായ പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു. അപ്പോഴെങ്കിലും പറയണ്ടേ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയല്ല എന്ന്. അതേ തെറ്റ് ഇവിടെ ആവർത്തിക്കുകയാണ്. കേരളത്തിൽ അതേ തെറ്റ് ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ എന്തുകൊണ്ട് ജയിലിലടയ്ക്കുന്നില്ല? എന്താണ് മെസ്സേജ്? എന്താണ്? ED വന്ന് പിണറായി വിജയനെ പോലൊരു നേതാവിനെ ജയിലിനകത്താക്കി ജയിക്കാൻ കഴിയുമോ എന്ന് UDF നോക്കുകയാണ്. ഇതാണ് പ്രശ്നം. നമുക്ക് മറ്റു കുറച്ച് വാർത്തകളിൽ കൂടി പോകേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ഇങ്ങനെ പോകാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ പൂരം അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് പുനരാരംഭിക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ ഫലം കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നോടൊപ്പം നിതിൻ കടിച്ചേരിയായിരുന്നു രാവിലെ ചേരുകയും ചെയ്തത്. തൃശ്ശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം വികാരമാണ്. അതുകൊണ്ട് പ്രാധാന്യം തൃശ്ശൂർ പൂരത്തിന് തന്നെ നൽകേണ്ടതുണ്ട്. തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി. നമ്മൾ കുറച്ചു നേരം സംസാരിച്ചതിന് എന്തായാലും വീണ്ടും കാണാം. ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ വോട്ടോട്ടം എന്ന പരിപാടിയുമായി ഞങ്ങൾ ഇന്ന് മണ്ഡലത്തിലുടനീളം ഇന്നും നാളെയുമായി ഇവിടെ ഉണ്ട്. നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മറ്റു വാർത്തകളൊക്കെ കാണേണ്ടതായിട്ടുണ്ട്, പൂരത്തിന്റെ വാർത്തകൾ കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ വാർത്തകളിലേക്കൊക്കെ തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മറ്റു നിലയ്ക്ക് പറഞ്ഞോ. യെസ്, അതാണ് ഞാനിപ്പോൾ ഉള്ളത്. പാലക്കാട് കോട്ട മൈതാനയിലാണ്. ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്, ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ആ വിശേഷങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് തന്നെ മോർണിംഗ് വൈബ്സിൽ നമുക്കിനി നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions.
ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം വണ്ടൂരിൽ MSFും KSU പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷമാണ് സംഘർഷമുണ്ടായത്. പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയിൽ MSF പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെയും MSFന്റെയും കൊടികൾ വീശുകയായിരുന്നു. ഇത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്ത് ആണ് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. ഇതിനോടൊപ്പം മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ ഒരേ മുന്നണിയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നു, അതും ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? മിഥുന്, ഇന്നലെ വൈകുന്നേരമായിരുന്നു MSFന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഒരു UDFന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത്. വണ്ടൂർ ടൗൺ സ്ക്വയറിലായിരുന്നു പരിപാടി. ഈ കോൺക്ലേവിന് ശേഷം സംഗീത നിശ്ചയം ഉണ്ടായിരുന്നു. ഈ സംഗീത നിശ്ചയ്ക്കിടെ MSF പ്രവർത്തകർ പച്ചക്കൊടി വീശിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. MSF പ്രവർത്തകർ കൊടി വീശുന്നത് KSU പ്രവർത്തകർ തടഞ്ഞു. ഇത് ചോദ്യം ചെയ്തു. തമ്മിൽ വാക്കുതർക്കമായി, ഉന്തും തള്ളുമായി. തുടർന്ന് മുതിർന്ന പ്രവർത്തകരെത്തി മറ്റു പ്രവർത്തകരെ പിടിച്ചു മാറ്റിയാണ് ആ രംഗം ശാന്തമാക്കിയത്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികളിൽ എവിടെയും മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെ പോലും കൊടികൾ ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു മുസ്ലിം ലീഗിന്റെ കൊടി വീശുന്ന ദൃശ്യങ്ങൾ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും BJP പ്രചരണായുധമാക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് UDF അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. പക്ഷേ ആവശ്യത്തിൽ പ്രവർത്തകർ പച്ചക്കൊടി വീശിയത് KSU പ്രവർത്തകർ തടഞ്ഞപ്പോൾ അത് ഈ ഒരു മേഖലയിൽ ആ ഒരു സമയത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും തമ്മിലടിയിലേക്ക് എത്തുകയും ചെയ്തു. എന്താണെങ്കിലും UDFന്റെ പ്രചരണത്തിൽ ഇത് വലിയ ഒരു തിരിച്ചടി ഉണ്ടായ സംഭവം തന്നെയാണ്. കാരണം ഇത് മറ്റു മുന്നണികൾ LDFും BJPയും വലിയ തോതിൽ പ്രചരണായുധമാക്കും. നിലവിൽ തന്നെ LDFും BJPയും കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അവരുടെ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്. മുസ്ലിം ലീഗിന് അവരുടെ കൊടി ഉയർത്താൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കൊടി വീശിയതിന് KSU പ്രവർത്തകർ MSF പ്രവർത്തകരെ തടയുകയും അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും കയ്യാങ്കളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് എത്തി നിൽക്കേണ്ടായിരിക്കുന്ന ഈ സംഭവം വരും മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അനുമോദ്, നമുക്കറിയാം നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതായത് മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ കോൺഗ്രസിനോ സ്വന്തം കൊടികൾ പോലും ഉയർത്തി പ്രചരണം നടത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MSF പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ കൊടി ഉയർത്തി അവർ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊടി ഉയർത്തി അവരുടെ ആവേശം പങ്കിടുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ MSFന് ഇക്കാര്യത്തിൽ കൃത്യമായ വിയോജിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ? ഇതില് ഒരു യാഥാർത്ഥ്യം, പ്രവർത്തകർ ആവേശത്തിലാണ് എപ്പോഴും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. MSF പ്രവർത്തകരാണെങ്കിലും അതേപോലെ KSUക്കാരാണെങ്കിലും ഏറ്റവും അധികം ആവേശത്തോടെ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ പങ്കെടുക്കുന്നവരാണ് അവർ. പ്രത്യേകിച്ച് ഈ ഒരു പ്രചരണത്തിൽ വണ്ടൂരിൽ നടന്ന ഒരു സംഗീത നിശ, ഒരു കോൺക്ലേവ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പൊതുയോഗമോ അത്തരത്തിലുള്ള ഒരു പരിപാടിയോ അല്ല. അതിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അത്തരത്തിൽ മുതിർന്ന നേതാക്കളാരും പങ്കെടുക്കുന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തകർ കൊണ്ടുവന്ന കൊടി ആവേശത്തിൽ വീശിയിട്ടുണ്ടാകാം. പക്ഷെ അത് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ കൊടി വേണ്ട എന്നുള്ള ഒരു അലിഖിതമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ധാരണ ഉള്ളത് കൊണ്ടാണ് KSU പ്രവർത്തകരെ തടഞ്ഞത്. ഇത് തന്നെയാണെങ്കിലും ഇത് മുന്നണിയുടെ മുകൾ വശത്തേക്ക്, അതായത് മുസ്ലിം ലീഗോ കോൺഗ്രസോ ഈ ഒരു വിഷയം വലിയ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ചർച്ചയാക്കും തോറും അവർക്ക് തന്നെയായിരിക്കും അതിൽ തിരിച്ചടി എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഇന്ന് രാവിലെ പല നേതാക്കളോടും കൊണ്ട് സംസാരിച്ചപ്പോഴും ഇക്കാര്യത്തിൽ പരസ്യമായുള്ള പ്രതികരണത്തിലേക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ ഇത് നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയൊക്കെ എല്ലാ വേദികളിലും ഈ ഒരു മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ ഒരു സാഹചര്യവും അതിലെ രാഷ്ട്രീയവും ഒക്കെ വലിയ ചർച്ചയാക്കുന്ന സാഹചര്യത്തിലാണ് കൊടി വീശിയതിന് KSU പ്രവർത്തകരെ MSF പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് എന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റു മുന്നണികൾ LDFും NDAയും
ഇത് വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അവര് ഇത് പ്രചരണത്തിൽ പലയിടത്തും ഇത് ഉപയോഗിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരുപക്ഷെ ഈ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ ഒരു സംഘാടകർ കാണിച്ചിരുന്നില്ല എന്ന് വേണം നമുക്ക് ഈ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഒരു പ്രസ്താവനയായിട്ട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ലഭ്യമായ ഒരു വിവരം ഇപ്രകാരമാണ്. തീർച്ചയായും അത് തന്നെയാണ്. മലപ്പുറം വണ്ടൂരിലാണ് MSFും KSU പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത്. വിവരങ്ങൾ നൽകിയായിരുന്നു മലപ്പുറത്തു നിന്ന് ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. സുന്ദരി തട്ടുകട ഇപ്പോ നാടനാനേക്കാട്ടും നല്ലൊരു മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കുമ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട്. അതായത് വോട്ടിനായി പണം വിതരണം ചെയ്തു എന്നാരോപിച്ച് ബിജു രമേശിനെ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരവിക്കര വടക്കേമലം കോളനിയിലാണ് സംഭവമുണ്ടായത്. ആറ്റിങ്ങൽ മണ്ഡലം UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധു കൂടിയാണ് ബിജു രമേശ്. അദ്ദേഹം അടൂർ പ്രകാശിനായി വോട്ടർമാർക്ക് പണം നൽകാൻ എത്തിയെന്നാരോപിച്ചാണ് CPM പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞുവെക്കുകയും ചെയ്തത്. ആ റിപ്പോർട്ട് കാണാം. അല്ല, സാറിന്റെ അടുത്ത് അവര് പറഞ്ഞല്ലോ, വണ്ടി വേണമെങ്കിൽ പരിശോധിക്കാൻ അവര് പറഞ്ഞല്ലോ. മറ്റു വാർത്തകൾ നോക്കുമ്പോൾ പൊതുരംഗത്തുള്ള സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിമാനിക്കുന്നത്, ആക്ഷേപിക്കുന്നത് അത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്നാണ് ശോഭന ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. KK ശൈലജ ടീച്ചർ കേരളത്തിന്റെ മാലാഖയാണെന്നും ശോഭന ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് CPM നേതാവായ ശോഭന ജോർജാണ്. തെരഞ്ഞെടുപ്പിൽ അവർ പാലക്കാട് മണ്ഡലത്തിൽ വിജയരാഘവന് വേണ്ടി പ്രചാരണത്തിനെത്തിയതായിരുന്നു. എങ്ങനെ പോകുന്നു? പ്രചാരണ പരിപാടികളിലൊക്കെ സജീവമാണല്ലോ അല്ലേ? അതെ, കാരണം ഇതൊരു കടമയാണ്. ഈ മണ്ണില് നമ്മളൊക്കെ ജീവിച്ചത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് വളരെ സ്നേഹത്തോടെ ജീവിച്ച മണ്ണാണ്. ഇതിപ്പോ ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ അവരൊരു ശക്തി ആവണം. എങ്കിൽ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനുണ്ടാവൂ. അല്ലാത്തവരുടെയൊക്കെ കഥകൾ നമുക്കറിയാം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ രാഹുൽജി പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? എന്താണ് മുന്നോട്ട് എന്താണ് രാഷ്ട്രീയം? എന്താണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയരാഘവനെ പോലെ തന്നെ കേരളത്തിലെ 20 മണ്ഡലത്തിലും ഇടതുപക്ഷ മണ്ഡലങ്ങളിലും പോയി. എവിടെയൊക്കെ പോയപ്പോ? ഞാൻ 3-4 മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലായിടവും പോയി. കാസർഗോഡൊന്നും പോയില്ല, ബാക്കി ഏകദേശം എല്ലായിടവും പോയിട്ടുണ്ട്. വടകരയിൽ ഇപ്പോ വലിയ വിവാദങ്ങളാണല്ലോ. ശൈല ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള? ഞാനത് വടകര ഞാൻ പോയിരുന്നു. ഞാൻ ശൈലജ ടീച്ചറിനെ കണ്ടിരുന്നു. കാരണം അത് നമ്മുടെ കടമയാണ്. കാരണം ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാലാഖയാണ്. ഒരു ഏഞ്ചലിന്റെ സ്പേസ് ഉണ്ട് ശൈലജ ടീച്ചർക്ക്. ആ ശൈലജ ടീച്ചറിനെ വരെ ഒരു കോൺട്രവേഴ്സിയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു നല്ല ജീവിതമുള്ള, നല്ല പെരുമാറ്റമുള്ള ആ ഒരു ശൈലജ ടീച്ചറിനെ പോലെ ഒരാളെ പോലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം തരംതാണ വിധത്തിലുള്ള പോസ്റ്റുകള്, അതുപോലെ വീഡിയോ ക്ലിപ്പിംഗ്സുകള് തലമാട്ടി ഒട്ടിക്കുക. പക്ഷെ ഇതിനെതിരെയെല്ലാം സത്യം പറഞ്ഞ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും അതിന്റെ അകത്തൊരു ന്യായീകരണമില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെ KK രമയ്ക്ക് നേരെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രമ്യ ഹരിദാസിന് നേരെ ഉണ്ടായിരുന്നു. അതിപ്പോ ഇതിനകത്ത് CPM നേതാക്കളെന്നോ കോൺഗ്രസ് എന്നോ ഇല്ലാതെ വളരെ സ്ത്രീവിരുദ്ധമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഈ പറഞ്ഞവരെക്കാട്ടിലൊക്കെ എത്രയോ അധികം കേട്ടൊരാളാണ് ഈ ഞാൻ.
എന്റെ അത്രയും കേട്ടവരാരേലും ഉണ്ടോ കേരള രാഷ്ട്രീയത്തിൽ? ഒരു നീണ്ട കാലയളവ് കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പ്രവർത്തന പാരമ്പര്യമുണ്ടെങ്കിൽ അത്രയും തന്നെ പാരമ്പര്യമുണ്ട് കാലാകാലങ്ങളിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇത്തരം വാർത്തകൾക്കും. അതിനെ അതിജീവിച്ചു പോകാനൊക്കെ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വേറൊരു വശം. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒട്ടും ന്യായീകരണമില്ലാത്ത. അല്ലാതെ എല്ലാവരും എന്തൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ പറ്റുമോ? പക്ഷെ അതിനെ അതിജീവിച്ചു പോകാൻ ഒരു പെണ്ണിന് തന്റെ ഇടമുണ്ടാവും. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥിതി അതല്ല. അവർക്ക് വളരെ സമയപരിമിതികളുണ്ട്. ആ പരിമിതികൾ ഇതിനൊക്കെ ന്യായം പറയാൻ പോകേണ്ടി വരുന്ന അവസ്ഥ അവരുടെ മുറയിൽ തകർക്കാൻ ശ്രമിക്കുന്ന, തീർച്ചയായിട്ടും ഷാഫി ഇതിന്റെ അകത്തൊരു പരസ്യമായി മാപ്പ് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഷാഫിക്കുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്നലെ ഷാഫിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ രമ്യ ഹരിദാസിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്ന സമയത്ത് അതിൽ കെ രാധാകൃഷ്ണനെ അല്ലല്ലോ പ്രതിക്കൂട്ടിൽ നിർത്തിയത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് തർക്കമല്ല, ഇതിന്റെ അകത്ത് തർക്കമല്ല. ആരെ പറ്റി പറയുന്നതിന്റെ അകത്തും ഒരു ന്യായവും നമ്മുടെ ഭാഗത്തില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയം നോക്കണ്ട, മറ്റു ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കരുത്. ഈ ലോകം എന്ന് പറയുന്നത് പുരുഷന് മാത്രം ഉള്ളതാണോ? ഇവിടെ എത്രയോ പുരുഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഏതെങ്കിലും സ്ത്രീ ഇതുപോലെ മുഖം വെട്ടിയൊട്ടിച്ചും പോസ്റ്റ് ഇട്ടും അവരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തേ പുരുഷന്റെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്നു? എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ശൈലജ ടീച്ചറിനെ പോലെ ഒരു സ്ത്രീയുടെ മുറയിൽ തകർത്താലേ തനിക്ക് ജയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന വിധത്തിലേക്ക് ആ ചിന്ത തരം താണുപോയി? അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അത്തരം പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. യെസ്, മോർണിംഗ് വൈബ്സിൽ വീണ്ടും ഒരു ഇടവേളയാണ്. വേഗം തിരിച്ചെത്താം മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കാണ്. വൈകുമ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ കണ്ടത് പൂരാവേശത്തിന്റെ ആ കാഴ്ചകളാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആണ് നമ്മൾ കാണുകയും ചെയ്തത്. എന്തായാലും അഴിഞ്ഞ ശ്രമത്തിനൊടുവിൽ പൂരം തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും പൂരപ്രേമികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. എന്തായാലും രാവിലെ 7 മണിക്ക് പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് തിരികൊളുത്തി. ഇപ്പോൾ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് തിരികൊളുത്തിയ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും മോർണിംഗ് വൈസ് ഇന്ന് പൂർണ്ണമാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് കോട്ട മൈതാനിയിലാണ് ഞാനുള്ളത്. വലിയ ആവേശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് രാവിലെ മുതൽ തന്നെ നടക്കാനിറങ്ങിയ ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വോട്ടോട്ടം പരിപാടിയുമായി നമ്മൾ ഇവിടെ ഉണ്ടാകും. വൈകിട്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ചേരാമെന്ന് കരുതുന്നു. അതുവരേക്കും പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞോ.